ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 20ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കൾച്ചറൽ ഫെസ്റ്റിവലിനെ എൻജോയ് ചെയ്ത് ജോളിയായിട്ടിരുന്ന് ടൈക്കിനെ പിടിച്ച് പ്രിൻസ് ആക്കാനുള്ള പരിപാടിയിലാണ് ക്ലാസ്സിലെ പിള്ളേർ നിൽക്കുന്നത്. ടൈക്കിക്ക് ഈ സ്ക്രിപ്റ്റ് ചെയ്യാൻ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. ടൈക്കിക്ക് പ്രിൻസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അവിടെ ഉള്ളവരെല്ലാവരും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ടൈക്കിനെ. നോക്ക് ടൈക്കി, നീ ഇപ്പൊ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അത് കേൾക്കുമ്പോഴത്തേനും ടൈക്കി ഒന്ന് ആലോചിച്ചിട്ട് ഹിനേനെ നോക്കുവാണ്. അവൾ അത്രയും ദിവസം കഷ്ടപ്പെട്ട് ആ സ്ക്രിപ്റ്റ് പഠിച്ചെടുത്തതൊക്കെ ഓർക്കുവാണ്. എന്നിട്ട് ടൈക്കി, എന്നാ ശരി ഞാനിത് ചെയ്യാം. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാരും ടൈക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇതാണ് ലീഡർഷിപ്പ് എന്ന് എന്നൊക്കെ പറഞ്ഞ് അവര് വളരെ ഹാപ്പി ആവുകയാണ്. എന്നിട്ട് ടൈക്കി ഹിനേന്റെ അടുത്ത്, അഥവാ ഞാൻ സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും ലൈൻസ് മറന്നുപോയി കഴിഞ്ഞാ നീ എനിക്ക് പറഞ്ഞു തരണേ. ആ ശരിന്ന് ഹിന പറയുവാണ്. അതൊക്കെ കഴിഞ്ഞ് ടൈക്കി ആ സ്ക്രിപ്റ്റ് വായിച്ചോണ്ടിരിക്കുവാണ്. എനിക്ക് മോസ്റ്റ് ഓഫ് ദി ലൈനും നന്നായി തന്നെ അറിയാം, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് തുറന്ന് അവൻ വായിക്കാൻ നോക്കുമ്പോഴത്തേനും കണ്ണ് ബ്ലറായി പോവുകയാണ്. അവൻ ഒരുപാട് നെർവസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നീഷിത പ്രവചിച്ചത് ഓർമ്മ വരുവാണ്. ഇതാണോ അവൻ പറഞ്ഞ അഗ്നിപരീക്ഷ? ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് ടൈക്കി ആ സ്ക്രിപ്റ്റ് നോക്കുമ്പോ അതിനകത്ത് ആ കിസ്സിന്റെ പാർട്ട് കാണുവാണ്. എനിക്കറിയാം ഇതെന്തായാലും ഫേക്ക് ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന്. ടൈക്കിന്റെ മനസ്സിലേക്ക് ഹിന അന്ന് കിസ് നമുക്ക് റിയൽ ആയിട്ട് ചെയ്യാം എന്ന് ചോദിച്ചത് ഓർക്കുവാണ്. പെട്ടെന്ന് ചിനാറ്റ്സ് പറഞ്ഞത് ഓർക്കുവാണ്. ഞാൻ അവിടെ സെന്ററിൽ തന്നെ ഉണ്ടാവും നിങ്ങളുടെ സ്ക്രിപ്റ്റ് കാണാൻ. അതൊക്കെ കൂടെ ആലോചിച്ച് ടൈക്കിക്കാകെ പ്രാന്ത് പിടിച്ച് അവിടെ ഇരിക്കുവാണ്. ചിനാറ്റ്സ് അവിടെ വന്ന ഞാൻ പിന്നെ അവളോട് നുണ പറഞ്ഞതുപോലെ ആവും. അവളോട് എന്തായാലും വരണ്ടാന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല എന്ന് വിചാരിച്ച് ടൈക്കി ഫോണും പിടിച്ചവിടെ ഇരിക്കുവാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് ചിനാറ്റ്സ് വരുവാണ്. കെറിൻ അവൾക്ക് സീറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. നീ പറഞ്ഞില്ലേ സെന്ററിൽ തന്നെ സീറ്റ് പിടിച്ചു വെക്കാൻ, അത് ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് എന്ന് കെറിൻ പറയാണ്. കൂടെ ഹാരിയും നിഷിതയും ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ സ്ക്രിപ്റ്റ് കാണാൻ ഇത്രയും ആൾക്കാർ വരുന്നുണ്ടല്ലോ, ഞങ്ങളുടെ സ്കൂളിൽ സ്ക്രിപ്റ്റ് കാണാൻ ഇങ്ങനെ ആരും വരാറില്ല എന്ന് കെറിൻ പറയുവാണ്. അത് ചിലപ്പോ സ്പോർട്സിൽ ജിംനാസ്റ്റിക് ചെയ്യുന്ന ഒരു ഗേൾ ഉണ്ട്, അവൾ ഈ സ്ക്രിപ്റ്റിൽ ഉള്ളത് കൊണ്ടായിരിക്കുന്ന ഹാരി പറയുവാണ്. ഓ അങ്ങനെയാണോ? അപ്പൊ അവള് നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. നീ പറ, ഞാനാണോ ക്യൂട്ട് അവളാണോ ക്യൂട്ട് എന്ന് പറഞ്ഞ് കെറിൻ ഹാരിയുനെ നോണ്ടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും സ്ക്രിപ്റ്റിൽ പ്ലേയേഴ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയം ചിനാറ്റ്സ് ഫോൺ നോക്കിയിട്ട്, നിനക്കറിയുന്ന ഒരാളുണ്ട് സ്ക്രിപ്റ്റില്, ടൈക്കി ഇനോമാറ്റോ ഉണ്ട്, അവൻ പ്രിൻസ് ചാമിങ് റോൾ ചെയ്യുന്നുണ്ട്. നീഷിതേ ഹാരിയോ അത് കേട്ട് ഞെട്ടുവാണ്. ഇത് ടൈക്കിയോ? ടൈക്കി ചിനാറ്റ്സുന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഞാൻ ഈ സ്ക്രിപ്റ്റിലെ പ്രിൻസ് ചാമിങ് റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ചിനാറ്റ്സ് വളരെ അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ടൈക്കിന്റെ ക്ലാസ്സിലെ സ്ക്രിപ്റ്റിനുള്ള അനൗൺസ്മെന്റ് വരുവാണ്. എന്നിട്ട് ടൈക്കി ടീമിന്റെ അടുത്ത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല, പക്ഷെ എന്തു വന്നാലും സ്റ്റേജിൽ നമ്മൾ നന്നായി തന്നെ പെർഫോം ചെയ്യും, നമ്മൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യും. അങ്ങനെ സ്ക്രിപ്റ്റ് തുടങ്ങുന്ന സമയത്ത് ടൈക്കിനെ എല്ലാരും മോട്ടിവേറ്റ് ചെയ്യാണ്, നിന്നെ കൊണ്ട് കഴിയും. അപ്പൊ ടൈക്ക് മനസ്സിൽ എനിക്കെന്തോ ബാഡ്മിന്റൺ മാച്ച് കളിക്കാൻ പോകുന്നത് പോലെയുണ്ട്, സ്ക്രിപ്റ്റിന് ഒരു പ്രാവശ്യം കൂടെ വായിക്കണം, എന്നാ സ്റ്റേജിൽ പോകുമ്പോ എല്ലാം ശരിയാവും എന്നിങ്ങനെ മനസ്സിൽ കരുതുമ്പോഴത്തേനും പെട്ടെന്ന് ഹിന പറഞ്ഞത് പിന്നെ ഓർമ്മ വരുവാണ്. ടൈക്കിക്ക് ഒരുപാട് ടെൻഷനായിട്ട് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കേ, ഒരു പ്രിൻസ് ഇങ്ങനെ നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹിന വന്ന് അവന്റെ മുട്ടിനിട്ടിരിക്കുവാണ്. ടൈക്കിക്ക് പതിവ് പോലെ ദേഷ്യം വരുവാണ്. നീ വളരെ നെർവസ് ആയിട്ടാണ് ഇരിക്കുന്നത്, നീ ഇതൊക്കെ വിട്, എന്നിട്ട് എന്താ നടക്കാൻ പോകുന്നെന്നുള്ളത് ആലോചിക്ക് എന്ന് ഹിന പറയുവാണ്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് നെർവസ് ഒന്നും ഇല്ലേന്ന് ടൈക്ക് ചോദിക്കുവാണ്. അത് ഞാൻ നിന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഹീനോ ചോനയാണ്. ഇല്ല, ശരിക്കും എനിക്ക് നെർവസ് ഉണ്ട്. ഞാൻ ജിംനാസ്റ്റിക് എല്ലാവരും മുമ്പിലും ചെയ്യുന്നതിനെ കഴിഞ്ഞും ഇത് വളരെ വ്യത്യസ്തമാണ്. അതുമല്ലാണ്ട് നീ എന്റെ പാർട്ട്ണറായിട്ട് അഭിനയിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ നിനക്കറിയില്ലേ, ഈ സ്ക്രിപ്റ്റിലെ ലീഡിംഗ് റോളാണ് ഞാൻ ചെയ്യുന്നത്. അതെനിക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് ചെയ്യണം. നീ എന്റെ ക്ലോസ് ഫ്രണ്ടും കൂടെ അല്ലേ, എല്ലാം ശരിയാവും. പിന്നെ ലാസ്റ്റ് ടൈം സ്പോർട്സ് ഡേയിൽ ചെയ്ത പോലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യല്ലേ. അപ്പൊ ടൈക്കി, അതൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് ആക്ട് ചെയ്തതല്ലേ. അങ്ങനെ ഹിന പതുക്കെ പതുക്കെ ടൈക്കിന്റെ ആ നെർവസ് ഒന്ന് മാറ്റിയെടുക്കുവാണ്. അതൊക്കെ കണ്ടോണ്ട് രണ്ട് ചെറുക്കന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. അവിടേക്ക് ക്യോ വരുവാണ്. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവരുടെ അടുത്ത് ചോദിക്കുവാണ്. ഞങ്ങള് അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ക്യോ അത് കേട്ടിട്ട്, ഇല്ല അവര് വെറും ഫ്രണ്ട്സ് ആണ്. അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന് ആ രണ്ടുപേര് പറയുവാണ്. നിങ്ങൾ പറയുന്നത് കൊണ്ട് തെറ്റില്ല,
പക്ഷേ ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും എനിക്ക് നന്നായി തന്നെ വ്യത്യാസങ്ങൾ അറിയാം എന്ന് ക്യോ പറയുവാണ്. അങ്ങനെ അവരുടെ സ്ക്രിപ്റ്റ് അവിടെ തുടങ്ങുവാണ്. ഹിനയും ടൈക്കിയും സ്റ്റേജിലേക്ക് വരുവാണ്. ഹിന വളരെ നന്നായിട്ട് തന്നെ അവരുടെ സ്ക്രിപ്റ്റ് ചെയ്യുവാണ്. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനൊക്കെ ഇഷ്ടാവുകയാണ് ഹിനേനെ. പക്ഷെ ടൈക്കി ആകെ നെർവസില്, ടൈക്കി ആകെ കോളായിട്ടാണ് ആക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അവൻ ആ സ്റ്റേജിൽ നടക്കുന്നത് പോലും നാച്ചുറൽ ആയിട്ടല്ല നടക്കുന്നത്. ആ സമയം കെറിൻ അവിടെ ഇരുന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തിനാ പ്രിൻസ് കയറി വരുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പൊ ഹാരി പറയുവാണ്, ഞാൻ കേട്ടത് ഈ സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ അവര് മാറ്റിയിട്ടുണ്ട്. ആദ്യം പ്രിൻസിനെ കണ്ട് സ്നോ വൈറ്റിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം സ്നോ വൈറ്റ് ഡീപ് സ്ലീപ്പിലേക്ക് പോവുകയും പ്രിൻസ് വന്ന് കിസ് ചെയ്യുമ്പോൾ അവൾ എഴുന്നേക്കുന്ന സീനുമാണ് അവരിവിടെ പ്ലേ ചെയ്യുന്നതെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോ ചിനാറ്റ്സു ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാണ്. ആ സമയം സ്റ്റേജിന്റെ ബാക്കിൽ 3 പെൺപിള്ളേര് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഈ സ്ക്രിപ്റ്റിൽ കാണുന്നത് പോലെ അറിയാത്ത ഒരാൾ വന്ന് കിസ് ചെയ്ത് ഞാൻ എഴുന്നേക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വന്ന് എല്ലാം അവസാനിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അത് ശരിക്കും സത്യമാണോ? എന്നോട് ചോദിച്ചാ അങ്ങനെ അല്ലെന്നേ ഞാൻ പറയൂ. ഒരാളെ നമ്മൾ കൂടുതൽ കാലം സ്നേഹിച്ചാൽ അതൊക്കെ വലിയ പ്രഷറിലോട്ടാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. എനിക്ക് തോന്നുന്നത് കാഷ്വൽ ആയിട്ട് വരുന്ന റിലേഷൻഷിപ്പാണ് ഏറ്റവും ഫണ്ണായിട്ട് തോന്നുന്നത്. സ്റ്റേജില് നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അവര്. അങ്ങനെ സ്ക്രിപ്റ്റിന്റെ സെക്കൻഡ് ഹാഫ് എത്തിയിട്ടുണ്ടാവും. ക്യോ അതിനെപ്പറ്റി സംസാരിക്കുവാണ്. സെക്കൻഡ് ഹാഫില് ടൈക്കിന്റെ കിസ്സിങ് സീന് കാരണം ടൈക്കി ആകെ പ്രഷറിലാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു ചെറുക്കൻ ക്യോന്റെ അടുത്ത്, ക്യോ നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റിലേഷൻഷിപ്പും അല്ലാണ്ട് നല്ല ഫ്രണ്ട് ആയിരിക്കുക എന്നതിനെ കുറിച്ചും നിനക്ക് ഡിഫറൻസ് അറിയാന്ന് പറഞ്ഞില്ലേ? ആ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടെന്ന് ക്യോ പറയാണ്. അപ്പൊ ആ ചെറുക്കൻ എന്റെ ചേട്ടൻ ഇതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാ നീ ആ പേഴ്സണെ കിസ് ചെയ്തോ ഇല്ലയോ എന്ന് വെച്ചാണ്. അപ്പൊ ക്യോ ഒന്ന് ഞെട്ടിയിട്ട് നിന്റെ സൗണ്ട് ഒന്ന് കുറച്ച് പറയോ? ആ ശരിന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ പിന്നെയും സംസാരിക്കുവാണ്. എന്റെ ബ്രദർ പറഞ്ഞിട്ടുള്ളത് റിലേഷൻഷിപ്പിനും ഫ്രണ്ട്ഷിപ്പിനും ഇടയിലുള്ള ഒരു ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കിസ് ചെയ്യുന്നതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാണ്. പെട്ടെന്ന് തിരിഞ്ഞ് ടൈക്കി നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പയ്ക്കോ നീ ഈ കാര്യത്തിൽ മൂക്ക് നുണയ്ക്കാതെടാ. അപ്പൊ ടൈക്കി എന്ത് ചോദിച്ചിട്ട് ഇല്ല വേണ്ടാന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. അങ്ങനെ സ്ക്രിപ്റ്റിന്റെ എൻഡ് എത്തുവാണ്. ഹിന ആപ്പിള് കഴിച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ടൈക്കി വന്ന് അവളെ വിളിച്ച് അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ കിസ് അവൻ ഫേക്ക് ആയിട്ട് അവിടെ ചെയ്ത് തീർക്കുവാണ്. ഹിന പതുക്കെ കണ്ണു തുറക്കുക സ്ക്രിപ്റ്റില്. ഹിന എഴുന്നേറ്റ് ആ പ്രിൻസസ് ചാർമിങ് നിന്റെ വിചാരം എന്താ എന്നെ വശീകരിക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുവാണ്. അത് കേൾക്കുമ്പോഴത്തേനും കെറിനും ഹാരിയൊക്കെ ഒന്ന് ഞെട്ടുവാണ്. ടൈക്ക് മനസ്സിൽ ദൈവമേ എല്ലാം തീരാനായി. പെട്ടെന്നാണ് അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത്. മേലോട്ട് നോക്കുമ്പോ ഒരു ബോൾ അവിടെ നിന്ന് ആടിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അത് താഴേക്ക് വീഴുവാണ്. ടൈക്ക് അവിടെ നിന്ന് കാറുവാണ്. ഹിന അങ്ങോട്ടേക്ക് നോക്കുന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹിനേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടൈക്ക് അങ്ങോട്ടേക്ക് പാഞ്ഞു വരുവാണ്. എന്നിട്ട് ആ ബോള് ടൈക്കിന്റെ മേത്ത് തട്ടി പൊട്ടിത്തെറിക്കുവാണ്. ആ ഗ്യാപ്പില് ടൈക്കിയും ഹിനയും കൂടെ റിയൽ ആയിട്ട് കിസ് ചെയ്തതുപോലെ ആവുകയാണ്. ടൈക്കിയും ഹിനയും പരസ്പരം നോക്കുവാണ്. പെട്ടെന്ന് ബാക്ക് സ്റ്റേജിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി വന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരോടും സോറി ചോദിച്ച് ആ കർട്ടൻ അങ്ങ് ക്ലോസ് ചെയ്യുവാണ്. അങ്ങനെ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവർ ശരിക്കും കിസ് ചെയ്തോ? നേരത്തെ ഇവരെ പറ്റി ഗോസിപ്പുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ജിമ്മിൽ വെച്ച് ഒരുമിച്ച് നടക്കുന്നത് ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവര് ഡേറ്റിംഗിലാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവര്. ഇതൊക്കെ ചിനാറ്റ്സു കേട്ടോണ്ടിരിക്കുവാണ്. ചിനാറ്റ്സുന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ടൈക്കിയും ഗ്യാങ്ങും സ്റ്റേജിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് ശരിക്കും ഞങ്ങൾ കിസ് ചെയ്തതല്ല. ആ ബോൾ വന്ന് താഴെ വീണത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഞാൻ അവളുടെ അടുത്തോട്ട് പോയി, പക്ഷെ ഞാൻ അവളെ ടച്ച് പോലും ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. നീ സത്യമായിട്ടാണോ പറയുന്നേ എന്നാ ആ ചെറുക്കൻ ചോദിച്ചോണ്ട് വരുവാണ്. അപ്പൊ ടൈക്കിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ആ ചെറുക്കൻ ഹിനേനോട് ചോദിക്കുവാണ് ഇവൻ പറഞ്ഞത് സത്യമാണോ ഹിന? ആ അതേന്ന് ഹിനയും പറയുവാണ്. പിന്നെ അവരിങ്ങനെ പറഞ്ഞോണ്ട് വരുവാണ് നിങ്ങളെപ്പറ്റി നേരത്തെ റൂമേഴ്സ് ഒക്കെ വന്നോണ്ടിരുന്നു. അതുമല്ലാണ്ട് നിങ്ങൾ പ്രിൻസും പ്രിൻസസും അല്ലേ? ഇനി എന്തായാലും ഇതിനെ പറ്റിയായിരിക്കും എല്ലാവരും സംസാരിക്കുന്നുണ്ടാവുക. അതുമല്ലാണ്ട് സ്റ്റേജിൽ നിങ്ങളുടെ കെമിസ്ട്രി അടിപൊളിയായിരുന്നു. അപ്പൊ ടൈക്കി അവിടെ നിന്നിട്ട് ശരി എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കത് ശരിക്കും ഒരു കിസ്സിങ് സീനായിട്ട് തോന്നിയിരിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇത് അത്ര തമാശയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിർത്ത്. അപ്പൊ ആ ചെറുക്കൻ എന്നോട് ക്ഷമിക്കുന്നു പറയാണ്. എന്നിട്ട് ടൈക്കി അവിടെ നിന്ന് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. എനിക്കും ഗോസിപ്പ് പറയാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആരെയാണ് ഡേറ്റ് ചെയ്യുന്നത് എന്നത് അവരുടെ വിഷയമല്ല. പെട്ടെന്ന് ഹിന ടൈക്കിന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. എന്നോട് ക്ഷമിക്കണം ഈ എല്ലാ റൂമേഴ്സും കാരണം. അത് നിന്റെ ഫാൾട്ട് അല്ലല്ലോ ഹിന. എന്തായാലും നീ എന്നോട് ക്ഷമിക്കേ. സ്ക്രിപ്റ്റ് സക്സസ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത് ശരിക്കും സത്യമല്ല.
നീ നിന്റെ ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ഫസ്റ്റ് ഒക്കെ നിനക്ക് കുറച്ച് നെർവസ് ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ആയപ്പോ ഒക്കെ നിനക്ക് നെർവസേ ഉണ്ടായിരുന്നില്ല. നീ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അത് ചെയ്തത് എന്ന് ഹിന പറയുവാണ്. അതൊക്കെ കേൾക്കുമ്പോ ടൈക്കിക്ക് ഒന്ന് റിലാക്സ് ആവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്നെ കൊണ്ട് ഈ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ കിസ് ചെയ്തില്ല എന്നുള്ള കാര്യം ഞാൻ ചിനാറ്റ്സുവിനോട് പറയാം. നിനക്ക് ഇങ്ങനത്തെ റൂമേഴ്സ് ഒന്നും ഇഷ്ടമല്ലല്ലോ. ഈ റൂമേഴ്സ് ഒക്കെ കേട്ട് നിനക്ക് ആകെ ദേഷ്യം പിടിച്ചതുപോലെ എനിക്ക് തോന്നി എന്ന് ഹിന പറഞ്ഞ അവിടുന്ന് പോവാൻ നിൽക്കുമ്പത്തേനും ടൈക്കി അതങ്ങനെയല്ല, എനിക്ക് അതില് വിഷമമൊന്നും തോന്നിയില്ലാന്ന് അവൻ തന്നെ സ്വയം പറഞ്ഞോണ്ട് അവിടെ നിൽക്കുവാണ്. ആ സമയം ക്യോ ടൈക്കിക്ക് ഫുഡും കൊണ്ടുവരുവാണ്. അതൊക്കെ കഴിഞ്ഞ് ടൈക്കി ആക്രാന്തത്തോടുകൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ്. എന്നിട്ട് ടൈക്കി ദേഷ്യപ്പെടുവാണ്. എനിക്ക് ഈ ദിവസത്തിൽ നിന്ന് ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിലോ, എല്ലാരും കിസ് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ആരും ഞങ്ങളുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടില്ല. എല്ലാരും നന്നായിട്ട് തന്നെയല്ലേ അത് ചെയ്തത്. ആ ബോള് വന്ന് വീണപ്പോ ഞാനത് തടഞ്ഞു, അത് വലിയൊരു പ്രശ്നമാണോ? പിന്നെ ഹിന അവൾ എന്നോട് പറഞ്ഞത് ചിനാറ്റ്സ് അത് അറിയുന്നത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നതെന്ന്. അതങ്ങനെ അല്ലേ എന്ന് ക്യോ ചോദിക്കുവാണ്. അതും അതിന്റെ ഒരു പാർട്ടൊക്കെ തന്നെയാണ്, പക്ഷേ എല്ലാറ്റിനും ഉപരി എന്നെയും ഹിനേനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുമല്ലാണ്ട് ഹിനയുടെ കാര്യത്തിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചില സമയം എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് മനസ്സിലാകും. ശരിക്കും ആൾക്കാർ ഞങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും ഹിനയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് മാത്രമാണോ ദേഷ്യം വന്നത്? അപ്പയ്ക്കോ എനിക്ക് നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിനക്ക് ഹിനേനോട് ഇതുവരെ ഫീലിങ്സ് ഒന്നും തോന്നി തുടങ്ങിയില്ലേ? എന്തെന്ന് ചോദിച്ച് ഒരു നെട്ടലോടുകൂടെയാണ് ടൈക്കി കേൾക്കുന്നത്. അവൾ എത്ര പ്രാവശ്യം ഈ കാര്യം നിന്നോട് അറിയിച്ചു? നീ ആയതിൽ അതിൽ അതിശയിക്കാനില്ല. ടൈക്കി പെട്ടെന്ന് ഹിനേനെ കുറിച്ച് ആലോചിക്കുവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആള് അത് ചിനാറ്റ്സു ആണ്. അതെനിക്കറിയാം. നിനക്ക് 100% ചിനാറ്റ്സുവിനെയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് തോന്നുന്നത് നീ അതിന്റെ കൂടെ തന്നെ ഒരു 30% നിന്റെ ഫീലിങ്സ് ഹിനയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുമല്ലാണ്ട് അത് ശരിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് തല പോയിക്കുവാണ്. എന്നെ കൊണ്ടാവുന്നില്ല എന്ന് ടൈക്കി പറയുവാണ്. അപ്പയ്ക്കോ അത് നിന്നെ എത്ര ഹേർട്ട് ചെയ്താലും ഇതിനെക്കുറിച്ച് നീ എന്തായാലും ആലോചിക്ക്. അങ്ങനെ ക്യോയും ടൈക്കിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗേൾസ് പോവുകയാണ്. നീ അയാളെ ശ്രദ്ധിച്ചോ? അയാളാണ് സ്റ്റേജിൽ വെച്ച് ശരിക്കും അവളെ കിസ് ചെയ്തത്. അങ്ങനെ സ്കൂൾ കൾച്ചറൽ ഫെസ്റ്റിവൽ ഇവിടെ തീരുവാണ്. അടുത്ത ദിവസം രാവിലെ ടൈക്കി കോഫി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടൈക്കി മനസ്സിൽ 100% കോഫി, 30% മിൽക്ക് എന്നിട്ട് കുടിച്ചു നോക്കുവാണ്. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരോട് ഫീലിങ്സ് തോന്നാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ക്യോ എന്തിനാ എന്നോട് ഇത്രയും വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാള് ചിനാറ്റ്സു ആണെന്ന് പറഞ്ഞ് തിരിയുമ്പത്തേനും ചിനാറ്റ്സു അവിടെ ഉണ്ടാവും. അവനാകെ ഞെട്ടിത്തെറിക്കുവാണ്. ചിനാറ്റ്സു നീ എന്താ ഇവിടെ? എന്റെ മുത്തശ്ശന് സർജറി കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് പിന്നെയും താമസം ഇവിടെ ആക്കുവാണ്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ വെക്കാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് ടൈക്ക് മനസ്സിൽ ചിനാറ്റ്സു വേഗം തന്നെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ടൈക്ക് പിന്നെ മനസ്സിൽ കരുതുവാണ്, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ ചിനാറ്റ്സു അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് അവൾ എന്താണ് കരുതുന്നതെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ ടൈക്ക് മനസ്സിൽ കരുതുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.